കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇപ്പോൾ +2. +2 പഠിക്കുന്നു. ഓക്കെ. അപ്പം ആദർശ് യെസ് എസ് എന്നുള്ളതിൽ തന്നെയുണ്ട് യെസ് യെസ് എന്നുള്ളത്. ഓക്കെ, വെൽ ഡൺ ആദർശ്. ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യും. എന്താണ് ടൈപ്പ് ചെയ്യുന്നത് ആക്ച്വലി? A to Z. ഞാൻ ഓൾറെഡി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. A to Z ടൈപ്പ് ചെയ്തേനോ? A to Z സ്പേസ് ഇട്ടിട്ട് പിങ്കി ഫിംഗർ ചെറുവിരൽ കൊണ്ട് 5.70 സെക്കൻഡ് കൊണ്ട് ടൈപ്പ് ചെയ്തതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. എങ്ങനെ? എത്ര സെക്കൻഡ്സില്? 5.70 സെക്കൻഡ്സ്. 5.70 സെക്കൻഡ്സില് ഈ കുഞ്ഞിവിരലില്ലേ? കുഞ്ഞിവിരല് അത് ഒരു വിരല് മാത്രം? ഇത് അല്ല, രണ്ട് വിരൽ, രണ്ട് കൈയിലും. പക്ഷെ ലിറ്റിൽ ഫിംഗർ ആണ്. ലിറ്റിൽ ഫിംഗർ ഉപയോഗിച്ചിട്ട് വേഗം വേഗം ടൈപ്പ് ചെയ്യും വിത്ത് സ്പേസ് ബാറും ആൽഫബറ്റ്സും. കണ്ടാലേ അറിയുള്ളൂ എന്താ സംഭവം. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. സൂപ്പർ. ഓക്കെ, ഇതാണ് ഒരു സ്കില്ല്. ഇതോടൊപ്പം തന്നെ അടുത്ത സ്കിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റ് കറക്കിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത് അല്ലെ? അപ്പം അത് ചെയ്യുമ്പോൾ ഇതുപോലെ ആൽഫബറ്റ്സ് ആണോ അതോ നമ്മൾ പറയുന്ന എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്? ആൽഫബറ്റ്സ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. തിരിച്ച് ടൈപ്പ് ചെയ്യാം. ബാക്ക്വേർഡ് ടൈപ്പ് ചെയ്യാം. അതായത് ABCD തൊട്ട് Z വരെ ഇപ്പൊ ചെയ്തെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ആൽഫബറ്റ്സ് തിരിച്ചാണ് ചെയ്യുന്നത്. Z തൊട്ട് റിവേഴ്സ് ചെയ്യുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതാ ഈ ഒരു സാധനം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. നിഞ്ച സ്ട്രൈക്സും അതോടൊപ്പം ടൈപ്പിങ്ങും ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ചെയ്തോ? ഇതിനും ടൈം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തപ്പം 8 സെക്കൻഡ് ആണ്. അപ്പം നോർമലി ഇതിനൊരു ടൈം വെച്ചിട്ടുണ്ടോ? അത് ഇത്ര സെക്കൻഡിൽ തീർക്കാറുണ്ട് അങ്ങനെ? ഞാൻ 6 സെക്കൻഡ് തീർത്തിട്ടാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എടുത്തത്. കയറിയിരിക്കുന്നത് അല്ലെ 6 സെക്കൻഡില്. ഇവിടെ പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റും കൂടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിന്റേതായ ഒരു പേടി ഉണ്ടാവും അല്ലേ? മാത്രമല്ല, നമ്മളിപ്പം ഗിന്നസിലായാലും മറ്റേത് റെക്കോർഡ് ചെയ്യുമ്പോഴായാലും നമ്മൾ ഒരുപാട് നാൾ അതിന്റെ പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ ഒരു മാസമൊക്കെ പിന്നെ ഗിന്നസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് മാത്രമായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, വേറെ ഒന്നിലും ചിന്തയില്ല. പിന്നെ ഗിന്നസിലോട്ട് വന്നപ്പം അത് ചെയ്താൽ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. ഗിന്നസ് ചെയ്തു. ഗിന്നസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പൊക്കെ ഒരു ജസ്റ്റ് ഒരു തോട്ടുണ്ട് ഫോറിനേഴ്സിന് അല്ലെങ്കിൽ അത്യാവശ്യം സെലിബ്രിറ്റീസിന് മാത്രമേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടൂ എന്നൊരു തോട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ സാധാരണക്കാർക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടും. ഞാൻ കേരളത്തിൽ 63ാമത്തെ ആളായിട്ടാണ് ഗിന്നസ് കിട്ടിയിരിക്കുന്നത്. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കേരളത്തിൽ എത്രാമത്തെ ആയിരുന്നു പാക്കുരു ചേട്ടാ? അത് എനിക്ക് കറക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു സംഘടനയുണ്ട്. ഇതിലുള്ളവരെല്ലാവരും കൂടെ കൂടി അതിൽ മോൻ അംഗമായിട്ടുണ്ടോ? ആഗ്രഹിന്റെ. അത് തന്നെ, ആഗ്രഹത്തിന്റെ ഒരു രക്ഷാധികാരിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ആ സമയത്ത് വളരെ ചുരുക്കിയ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഈ മലയാളി പൊളിയാണെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പല റെക്കോർഡ്സും നമ്മൾ കരസ്ഥമാക്കിയത്. ഏറ്റവും പ്രായം കുറഞ്ഞ ലേറ്റസ്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് ആദർശ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. യെസ്. അപ്പോൾ ഈ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസിനെ പറ്റി എന്താണ് സാഞ്ചേട്ട് പറയാനുള്ളത്? ആദർശ മോനെ ഗംഭീരമായിരുന്നു മോനെ, ഗംഭീരമായിരുന്നു. കാരണം ഞാനൊക്കെ ഒരാൾക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കുമെന്ന് അറിയാം. കാരണം നമുക്ക് പ്രാക്ടീസ് വളരെ കുറവാണ്. പക്ഷേ ഇയാൾ ലിറ്റിൽ ഫിംഗേഴ്സ് കൊണ്ട് ഇത്ര വേഗത്തിൽ ABCD എത്ര സ്പേസ് ഇട്ട് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. പിന്നെ അതിൻ്റെ പുറകെ ആ ടൂളും കൂടെ എടുത്തിട്ടുള്ളൊരു പ്രകടനം കണ്ടപ്പം ഒന്നും പറയാനില്ല, ഗംഭീരമായിരുന്നു. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ അജി പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഒരുപാട് റെക്കോർഡ്സ് കരസ്ഥമാക്കാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ് മോനെ. എനിക്കൊന്നും ഇതിനകത്തൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലേ SSLC 3 പ്രാവശ്യം കേട്ടോ. അദ്ദേഹം ടൈപ്പ് ചെയ്യാനായിട്ട് എത്ര മിനിറ്റ് എടുക്കും? എത്രയോ സമയം എടുക്കും. ഞാൻ ടൈപ്പ് ചെയ്ത് ഇത്ര സമയം എടുത്ത് ടൈപ്പ് ചെയ്ത് വെച്ച് അത് 2 പ്രാവശ്യം വായിച്ചു നോക്കാൻ കുറേ സമയം എടുക്കും. നല്ല തെറ്റിയും പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ കുഞ്ഞിക്ക് വിരൽ വെച്ച് കാണിച്ചു കൂട്ടിയുണ്ട് 3 സെക്കൻഡ് 5 സെക്കൻഡ് ഉണ്ട്. ഞാൻ പേടിച്ചു പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓരോ ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടേ നമുക്കൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഭയങ്കരമായിപ്പോടാ കുഞ്ഞെ കേട്ടോ. ഭയങ്കര ഒരു വലിയ അംഗീകാരത്തിലേക്ക് എത്തട്ടെ ഇനി. അപ്പൊ എന്തായാലും ഈ നക്ഷത്രത്തിന് നമ്മൾ എത്ര നക്ഷത്രങ്ങൾ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാനല്ല പറയേണ്ടത്. ഒരു ഗിന്നസ് ഒരു വേൾഡ് റെക്കോർഡ് നേടിയ ഒരാളോട് ഇരിപ്പുണ്ട്, അദ്ദേഹം തന്നെ കൊടുക്കട്ടെ. അദ്ദേഹമാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആള്. ഇവരുടെ അനുവാദത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാര്യം ആദർശം വളരെ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നേടാമെന്ന് പറഞ്ഞാലും എത്ര വലിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലും ആ റെക്കോർഡ് കരസ്ഥമാക്കണമെങ്കിൽ
അതിന് കുറച്ച് ഭാഗ്യം വേണം, അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് ശ്രമം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ ഈ റെക്കോർഡ് കരസ്ഥമാക്കിയ ഈ താരത്തിന് 5 സ്റ്റാർ. സൂപ്പർ 5 സ്റ്റാർ ആണ് നേടിയിരിക്കുന്നത്. അഗൈൻ നമ്മുടെ ഇവിടെ ടോപ്പേഴ്സ് റേറ്റിംഗ് ആണ്. അപ്പം ഇത് നൽകുന്നതിനായി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഓണർ നമുക്ക് ഇവിടെ ഉള്ളപ്പം ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഓണർ തന്നെ മറ്റൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഓണറിന് നൽകുകയാണ്. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ പക്രു ചേട്ടാ നോട്ട് ചെയ്തോ. പക്രു ചേട്ടൻ നടന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇതെല്ലാം എഴുതി തീർക്കും. റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ ആദർശിനെ ലഭിക്കുന്നു നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റുള്ള ലേബൽ. കൺഗ്രാറ്റുലേഷൻ. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടുമുണ്ട്.